അപ്പോൾ ആദ്യം ഒരു 8 സ്ലൈസ് ബ്രെഡ് ഇതുപോലെ നിങ്ങൾ പൊട്ടിച്ചെടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് നിങ്ങൾ പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് റവയും 3/4 കപ്പ് അധികം പുളിയില്ലാത്ത തൈരും 2 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും മല്ലിയിലയും കറിവേപ്പിലയും 6 ടേബിൾ സ്പൂൺ പത്തിരിപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് എല്ലാം കൂടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അങ്ങോട്ട് യോജിപ്പിച്ചെടുക്കുക. ഈ ഒരു പരുവത്തിൽ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ കൈ കുറച്ച് വെള്ളത്തിലൊന്ന് നനച്ചെടുത്തതിന് ശേഷം അതൊന്ന് കുറേശ്ശെ എടുത്തിട്ട് ആദ്യം ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് ഇതുപോലെ നടുവിലൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട്, അതായത് വടയ്ക്ക് വേണ്ടി ചെയ്യുന്ന പോലെ ചെയ്തെടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ള എണ്ണയിൽ മീഡിയം ഫ്ലെയിമിൽ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുത്താൽ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് വട റെഡിയായി. ടൊമാറ്റോ സോസിൻ്റെയോ അല്ലെങ്കിൽ ഗ്രീൻ ചട്നിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക.